ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. പ്രിയപ്പെട്ടവർക്കും പ്രഭാതത്തിൽ ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ തിരുവെഴുത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 25-ാം വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 50 വേർഡ്സ് 25. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. വളരെ സുപരിചിതമായ ഒരു ചരിത്രമാണല്ലോ യോസേഫിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിൽ എത്തിച്ചേരുമ്പോൾ 110ഓളം വയസ്സെത്തി നിൽക്കുന്ന യോസേഫ് തൻ്റെ സഹോദരന്മാരെ അടുക്കൽ വിളിച്ച് മിസ്രൈമിൻ്റെ മണ്ണിൽ വെച്ച് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ച് കേട്ടത്. ഇതുവരെയും മറ്റാരും പറഞ്ഞു കേൾക്കാത്ത ഒരു കാര്യമാണ് യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞത്. ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു. ആ ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്നും കൊണ്ടുപോകണം. ഏകദേശം യോസെഫിൻ്റെ മരണത്തിനും ശേഷം 350ഓളം വർഷങ്ങൾ ആ മിസ്രൈമിൻ്റെ അടിമനുഖത്തിൻ കീഴിൽ ഇസ്രായേൽ ജനം കടന്നു പോവുകയുണ്ടായി. എന്നാൽ തൻ്റെ സഹോദരന്മാരോട് ഓർപ്പിച്ചിരിക്കുന്ന വാക്തത്വം എന്ന് പറയുന്നത്, ആ മിസ്രൈം വിട്ട് ദൈവം നിങ്ങളെ സന്ദർശിച്ച് പുറപ്പെടുന്ന ദിവസം ഈ അസ്ഥികളെയും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതായിരുന്നു. ഇവിടെ യോസെഫിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം മുന്നമേ അയച്ചിരുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് യോസെഫിനെ കാണുവാൻ കഴിയുന്നത്. യോസെഫിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. അദ്ദേഹം കടന്നുപോയിരുന്ന വിവിധമായ വേദനകളുടെ അവസ്ഥ നമുക്കറിയാം. എന്നാൽ യോസെഫിനെ ഒറ്റ വാക്കിൽ നമുക്കിങ്ങനെ ചിത്രീകരിക്കാം: ഇദ്ദേഹം തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ ആയിരുന്നു. ഹി വാസ് എ റിഡീമർ ഓഫ് ഹിസ് ഓൺ നേഷൻ. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജനതയുടെ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു യോസേഫ്. ആ യോസേഫ് തൻ്റെ സഹോദരന്മാരോട് ഏറ്റവും ഒടുവിലായിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവം സന്ദർശിച്ച് ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുവാനാണ് ഈ യോസേഫിൻ്റെ ചരിത്രം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. യോസേഫ് ഞാൻ ഓർപ്പിച്ചതുപോലെ തൻ്റെ ജനതയുടെ വീണ്ടെടുപ്പുകാരനായിരുന്നു. മഹാകാഠിന്യമേറിയ ക്ഷാമകാലത്ത് ഈ ജനതയെ ഏറ്റവും സുഭിക്ഷമായിട്ട് പുലർത്തുവാൻ യോസേഫ് എന്ന് പറയുന്ന വീണ്ടെടുപ്പുകാരനിലൂടെ ഇടയായിട്ട് തീർന്നു. എന്നാൽ ആ യോസേഫ് മിസ്രൈമിൻ്റെ മണ്ണിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ അവശേഷിച്ചു. പിന്നീട് അസ്ഥികൾ മോശയുടെ കാലത്ത് ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെട്ടു കൊണ്ടുവരുമ്പോൾ അവർ ആ അസ്ഥികളെ എടുത്തുകൊണ്ടുപോയതായിട്ട് നാം വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം ഏറ്റവും ഒടുവിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ കനാന്റെ മണ്ണിലെത്തിയ അവർ ശേഖേമിൽ ഈ അസ്ഥികൾ, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഈ അസ്ഥികളെ അവിടെ അടക്കം ചെയ്തതായിട്ടും വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ജനതയുടെ ഉദ്ധാരകനായി, സംരക്ഷകനായി, രക്ഷകനായി എഴുന്നേറ്റ് വന്ന യോസെഫ് എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തിൻ്റെ ഭൗതിക ശരീരം മണ്ണിൽ അന്തിയുറങ്ങുകയാണ്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ചിന്ത ഓടിയെത്തിയത് എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ഓർക്കുവാനായിട്ടാണ്. നമ്മുടെ ഏവരുടെയും വീണ്ടെടുപ്പിനു വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി നാം കടന്നുപോയ അതികാഠിന്യമേറിയ പാപത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നും ഉദ്ധരിക്കുവാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ രക്ഷകനായി ഈ ഭൂതലത്തിലേക്ക് വന്ന എൻ്റെയും നിങ്ങളുടെയും പാവങ്ങളെ ഏറ്റെടുത്ത് മരിക്കുവാൻ ഈ ഭൂതലത്തിലേക്ക് ഉദയം ചെയ്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന ലോകൈക രക്ഷിതാവിനെ ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവിൻ്റെ ജനനത്വങ്കൽ അവന് യേശു എന്ന് പേർ വിളിക്കുന്നതിൻ്റെ കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിൻ്റെ ആ അതികാഠിന്യമേറിയ അവസ്ഥയിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുവാൻ രക്ഷകനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നു. എന്നാൽ ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ രക്ഷകനായി, ലോകൈക രക്ഷകനായി, ഈ ലോകത്തിന്റെ പാപത്തെ മുഴുവനും ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ഈ ഭൂതലത്തിലേക്ക് ജഡം ധരിച്ചു വന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് നമുക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കി. യോസേഫിന്റെ അസ്ഥികൾ ഇന്നും മണ്ണിൽ അലിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവിടുന്ന് നമ്മുടെ രക്ഷകനായി, അവിടുന്ന് നമ്മുടെ പാപവിമോചകനായി,
അവിടുന്ന് നമ്മുടെ ഉദ്ധാരകനായി, അവിടുന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് ഉണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ്. ഇന്ന് പ്രഭാതത്തിൽ ആ ഉന്നതനായ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, ആ സർവ്വവല്ലഭനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിക്കുവാൻ ഈ താണഭൂമിയിലേക്ക് ജഡം ധരിച്ചു വന്ന് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണത്തിൻ്റെ കഠോരമായ വേദന ക്രൂശിൽ നമുക്ക് വേണ്ടി അനുഭവിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിച്ച് സ്തുതിയും സ്തോത്രവും ബഹുമാനവും പാദത്തിങ്കൽ സമർപ്പിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ധന്യമേറിയ നാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ? യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൻ യേശുവേ. രക്ഷയിൻ പദവി വീണ്ടനെ, ആത്മാവിൻ ദാനത്തെ നൽകി നീ, തന്മകനാക്കി നീ, വൻഷമയേകി നീ, സ്വാതന്ത്ര്യമേകിയതാ. തന്മകനാക്കി നീ, വൻഷമയേകി നീ, സ്വാതന്ത്ര്യമേകിയതാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ? യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൻ യേശുവേ. സ്വർഗീയ നാടവകാശമാ നിത്യമാം വീടെനിക്കൊരുക്കി നീ, സ്വർഗീയ നാടവകാശമാ നിത്യമാം വീടെനിക്കൊരുക്കി നീ. എന്നെയും ചേർക്കുവാൻ മേഘത്തിൽ വന്നിടും ഭാഗ്യനാളോർത്തിടുമ്പോ, എന്നെയും ചേർക്കുവാൻ മേഘത്തിൽ വന്നിടും ഭാഗ്യനാളോർത്തിടുമ്പോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ? യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൻ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ? യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു